10 വർഷത്തിന് ശേഷമാണ് രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നിരയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലും രൂക്ഷമായ പല ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ അതീവ ഗൗരവമേറിയ ഒരു ആരോപണം കോൺഗ്രസ് എംപിമാർക്കെതിരെ ഉയർത്തിയിരിക്കുകയാണ് BJP MP നിഷികാന്ത് ദുബെ. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് BJP MP നിഷികാന്ത് ദുബെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 2011 US ഇന്റലിജൻസ് ഏജൻസിയായ CIA പുറത്തുവിട്ട ഒരു രേഖ പങ്കുവച്ചാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഈ രേഖ പ്രകാരം മുൻ കോൺഗ്രസ് നേതാവ് HKL ഭഗതിന്റെ നേതൃത്വത്തിൽ 150ലധികം കോൺഗ്രസ് എംപിമാർ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ധനം സ്വീകരിച്ചു, അവർ റഷ്യയുടെ ഏജന്റുകളായി പ്രവർത്തിച്ചു എന്നതായിരുന്നു ആരോപണം. ഈ ക്ലാസിഫൈ ചെയ്ത രഹസ്യരേഖ 2011 CIA പുറത്തുവിട്ടതാണ്. ഇതനുസരിച്ച് മുൻ കോൺഗ്രസ് നേതാവ് HKL ഭഗതിന്റെ നേതൃത്വത്തിൽ 150ലധികം കോൺഗ്രസ് എംപിമാർ സോവിയറ്റ് റഷ്യയിൽ നിന്ന് ധനം സ്വീകരിച്ച് റഷ്യയുടെ ഏജന്റുകളായി പ്രവർത്തിച്ചുവെന്ന് നിഷികാന്ത് ദുബെ എക്സിൽ കുറിക്കുകയാണ്. ഒരു മാധ്യമപ്രവർത്തക സംഘവും അവരുടെ ഏജന്റുമാരായിരുന്നു എന്നും ദുബെ ആരോപിച്ചു. റഷ്യ പ്രസിദ്ധീകരിച്ച 16,000 വാർത്താ ലേഖനങ്ങളുടെ പട്ടികയും അദ്ദേഹം പങ്കുവച്ച രേഖയിലുണ്ട്. കൂടാതെ കോൺഗ്രസ് ഭരണകാലത്ത് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിയിലെ 1100 പേർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും അവർ ബ്യൂറോക്രാറ്റുമാരെയും ബിസിനസ് സംഘടനകളെയും അവരുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സുവേന്ദ്ര ജോഷി സോവിയറ്റ് യൂണിയൻ കാലത്ത് തെരഞ്ഞെടുപ്പിനായി ജർമ്മൻ സർക്കാരിൽ നിന്ന് 5 ലക്ഷം രൂപ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം ഇൻഡോ ജർമ്മൻ ഫോറത്തിന്റെ പ്രസിഡന്റായി മാറിയെന്നും ദുബൈ ആരോപിച്ചു. ഒരു മാധ്യമപ്രവർത്തക സംഘവും അവരുടെ ഏജന്റുമാരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യ പ്രസിദ്ധീകരിച്ച ആകെയുള്ള 16,000 വാർത്താ ലേഖനങ്ങൾ ഈ രേഖയിലുണ്ട്. അന്നത്തെ കാലത്ത് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ 1100 പേർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവർ ബ്യൂറോക്രാറ്റുമാരെയും ബിസിനസ് സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അഭിപ്രായ നിർമ്മാതാക്കളെയും അവരുടെ പോക്കറ്റിൽ വെച്ച് ഇന്ത്യയുടെ നയങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സുവേന്ദ്ര ജോഷി അന്നത്തെ തെരഞ്ഞെടുപ്പിനായി ജർമ്മൻ സർക്കാരിൽ നിന്ന് 5 ലക്ഷം രൂപ സ്വീകരിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം ഇൻഡോ ജർമ്മൻ ഫോറത്തിന്റെ പ്രസിഡന്റായി എന്നതും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഇതൊരു രാജ്യമാണോ, അല്ലെങ്കിൽ അടിമകളും ഏജന്റുകളും ഇടനിലക്കാരുമുള്ള ഒരു ഇടമാണോ? ഇന്ന് ഇതിൽ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കോൺഗ്രസ് ഉത്തരം പറയണം. നിഷികാന്ത് ദുബെ വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായ ആരോപണത്തിലൂടെ കോൺഗ്രസിനെതിരെ ശരങ്ങൾ നെയ്യാൻ തന്നെയാണ് BJP MPയുടെ തീരുമാനം. ഇനി ഏത് തരത്തിലായിരിക്കും പാർലമെന്റിനുള്ളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.